അപ്പം ദേഹവും ദേഹിയുമുള്ള ഒരാത്മരൂപിയായ മനുഷ്യൻ, അങ്ങനെയാണ് നമ്മളെ കാണേണ്ടത്. അപ്പം ദൈവത്തിന്റെ എല്ലാ ഇടപെടലുകളും ഈ 3 മേഖലയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മാത്രമേ നമുക്കത് പ്രായോഗികമായി അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. 5 ഇന്ദ്രിയങ്ങളിൽ മിക്ക ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് ദേഹത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തെ നമ്മൾ ദേഹം എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ദേഹത്തിന് ഇച്ഛയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. ദേഹത്തിന്റെ ഇഷ്ടത്തെ, ഇച്ഛയെ, ആഗ്രഹത്തിന്റെ തലത്തെ നമ്മൾ ദേഹി എന്ന് വിളിക്കുന്നു. എന്നാൽ മനുഷ്യൽ മൂന്നാമതൊന്നുണ്ട്, ആത്മാവ്. അത് ദൈവം തന്നതാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണ്, ദൈവത്തെങ്കിലേക്ക് പോകേണ്ടിയതാണ്. അപ്പൊ ലോകത്തിൻ്റെതായ 2ഉം ദൈവത്തിൻ്റെതായ 1ഉം പേറിയാണ് സകല മനുഷ്യരും ജീവിക്കുന്നത്. ഈ ദൈവത്തിന്റെ എല്ലാ ഇടപെടലുകളും ഈ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ആത്മാവിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം ആത്മാവാണ്. ഇങ്ങനെ ആത്മാവിൽ വസിക്കുന്ന ദൈവം ഭരണം നടത്തുന്നത് നമ്മുടെ ദേഹിയുടെ മേലാണ്, പിന്നെ നമ്മുടെ ദേഹത്തിന്റെ മേലാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ വൈകാരികത മേലുള്ള ദൈവത്തിന്റെ സ്പർശനത്തെ നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ഈ ഏത് ദൈവത്തിന്റെ ഇടപെടലും നമ്മിൽ രൂപപ്പെടണമെങ്കിൽ ഇതിന്റെ 3ന്റെ അംഗീകാരം വേണം. അത് ആത്മാവിലൂടെ കയറി ദേഹിയിൽ ഇറങ്ങി അത് ദേഹത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ.